CPM നേതാവ് എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയുടെ നിയമനത്തിൽ ഹൈക്കോടതി വിശദീകരണം തേടി. കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ് വിശദീകരണം തേടിയത്. വിജ്ഞാപനവും റാങ്ക് പട്ടികയും മറികടന്നാണ് എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയെ നിയമിച്ചതെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ ഹർജിയിലെ ആക്ഷേപം? ശരത്ത് തലശ്ശേരി MLA എൻ ഷംസീറിന്റെ ഭാര്യ സഹല ഷംസീറിന് സ്കൂൾ ഓഫ് പെഡഗോജിക്കൽ സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി താൽക്കാലിക നിയമനം നൽകിയിരുന്നു. ഈ റാങ്ക് പട്ടിക ആദ്യ റാങ്ക് നേടിയ ഡോക്ടർ ബിന്ദു എന്ന അപേക്ഷാർത്ഥിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ ഊഴം മറികടന്നല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് രണ്ടാം റാങ്കുകാരിയായ സഹലയ്ക്ക് ജോലി നൽകിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജിയിൽ കണ്ണൂർ സർവകലാശാലയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിൽ വഴിവിട്ട നിയമനം എന്നാണോ, അല്ലെങ്കിൽ റാങ്കും മറ്റും മറികടന്നു, റാങ്ക് പട്ടിക മറികടന്നു എന്നതാണോ പ്രധാനപ്പെട്ട ആക്ഷേപം? MLAയുടെ ഭാര്യയ്ക്ക് വേണ്ടി റാങ്ക് പട്ടിക മറികടന്നു എന്നാണോ പരാതിക്കാരി പറയുന്നത്? ശരത്ത് കഴിഞ്ഞ ജൂൺ 8 ഈ സ്ഥാപനത്തിലേക്ക് കരാർ അധ്യാപകരെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇതിൽ അധ്യാപന പരിചയം, ദേശീയ അന്തർദേശീയ തരത്തിലുള്ള സെമിനാർ പ്രസന്റേഷൻ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജനറൽ കാറ്റഗറിയിലാണ് നിയമനം നടത്തുന്നതായിരുന്നു വിജ്ഞാപനം വന്നത്. ജൂൺ 14 നടന്ന അഭിമുഖത്തിൽ MLAയുടെ ഭാര്യയും ഈ പരാതിക്കാരിയും മാത്രമാണ് പങ്കെടുത്തത്. ഇതിനുശേഷം ഒന്നാം റാങ്ക് നേടിയത് ഈ അധ്യാപികയായിരുന്നു. എന്നാൽ പിന്നീട് വളരെ യാദൃച്ഛികമായി, എന്നാൽ കരുതിക്കൂട്ടിയെന്ന് അധ്യാപിക ആരോപിക്കുന്ന തരത്തിൽ MLAയുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുകയായിരുന്നു. സർവകലാശാല ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്, എന്നാൽ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് OBC മുസ്ലിം എന്ന അടിസ്ഥാനത്തിലാണ് MLAയുടെ ഭാര്യയ്ക്ക് നിയമനം നൽകിയെന്നാണ്. എന്നാൽ പൊതു നിയമനത്തിനായി വിജ്ഞാപനം ഇറക്കിയ ശേഷം പിന്നീട് ഇത് സംവരണത്തിലേക്ക് മാറ്റുന്നത് ഉചിതമായ നടപടിയല്ലെന്നാണ് ഈ അധ്യാപിക, ഈ അപേക്ഷാർത്ഥി ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ശരി അനീഷ്. കുമ്പസാര പീഡന കേസിൽ കീഴടങ്ങിയ വൈദികൻ ജോബ് മാത്യുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി. കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് മേൽ അന്വേഷണ സംഘം സമ്മർദ്ദം ശക്തമാക്കുന്നു. വൈദികരെ ഒളിവിൽ താമസിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും അന്വേഷണ സംഘം സഭാ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി G ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നറിയിപ്പിന് ഫലമൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ? അതായത് ഒന്നാം പ്രതിയോ മൂന്നാം പ്രതിയോ അന്വേഷണ സംഘത്തിന്റെ മുന്നറിയിപ്പ് ഭയന്നൊന്നും കീഴടങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. ഇതുവരെ തയ്യാറായിട്ടില്ല ശരത്ത്. ഒരുപക്ഷെ ഉച്ചവരെ അന്വേഷണ സംഘം കാത്തിരുന്നേക്കും. ഈ അന്വേഷണ സംഘ തലവൻ അടക്കമുള്ളവർ തിരുവല്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അവർ രാവിലെ യോഗം ചേരുകയും ചെയ്തു, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അറസ്റ്റ് അവർ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ അത് ഉണ്ടാകണമെന്നും അവർ കരുതുന്നുണ്ട്. കാരണം ഈ രണ്ടാം പ്രതി ഇന്നലെ ജോബ് മാത്യു കീഴടങ്ങി. ഈ ജോബ് മാത്യുവിന്റെയും ഒപ്പം തന്നെ ഈ മറ്റ് രണ്ട് വൈദികർ കൂടി കീഴടങ്ങിയ ശേഷം മാത്രമേ അവരെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നതിന് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കേസന്വേഷണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. കാരണം തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞതാണ്. വൈദികർ കീഴടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിൽ രണ്ടാം പ്രതി സ്വയം തീരുമാനിച്ചങ്ങ് കീഴടങ്ങുകയായിരുന്നു. അത് മറ്റ് രണ്ട് പ്രതികൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യമാണോ? ഇല്ലെങ്കിൽ അവർ ഒന്നിച്ച് സുപ്രീം കോടതി പോകുന്ന പേരും പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി വിലപേശാമായിരുന്നു, അല്ലെങ്കിൽ നിലനിൽക്കാമായിരുന്നു. ഈ രണ്ടാം പ്രതി കീഴടങ്ങിയത് മറ്റ് രണ്ടാളുകൾക്കും വലിയ ബുദ്ധിമുട്ടായോ? തീർച്ചയായും ഇപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റ് രണ്ടു പേർക്ക് കൂടി അതൊരു സമ്മർദ്ദമായി വന്നിരിക്കുകയാണ്. കാരണം ഹൈക്കോടതി ജാമ്യാപേക്ഷ നൽകിയാൽ സ്വാഭാവികമായും സ്വമേധയാ കീഴടങ്ങാനുള്ള നടപടിയാണ് വൈദികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഹൈക്കോടതിയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നീട് ഈ കേസിനെ സ്വാഭാവികമായും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതി ജാമ്യാപേക്ഷ നൽകിയ ശേഷം വീണ്ടും ഇങ്ങനെ തുടരുന്നത് മറ്റ് കോടതികളിലെല്ലാം തന്നെ കോടതിയെ അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതികൾ എന്ന നിലയിലായിരിക്കും കോടതികളും കാണാൻ സാഹചര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവർക്ക് കടുത്ത സമ്മർദ്ദം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഈ കോടതി ഉത്തരവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അറസ്റ്റോ അല്ലെങ്കിൽ കീഴടങ്ങലോ ഉണ്ടാകും. ശരി ശ്രീ.